പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗ്രാമമാണ് കൽപ്പാത്തി. കൽപ്പാത്തി പുഴയുടെ സംരക്ഷണത്തിനും ഗ്രാമത്തിന്റെ വികസനത്തിനുമായി ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഇതുവരെ നടപ്പാക്കിയത്. ഇതിനിടയിലാണ് പുഴ കയ്യേറ്റം നടക്കുന്നത്. ഭാരതപ്പുഴയുടെ പ്രധാന കൈവഴിയായ കൽപ്പാത്തി പുഴയുടെ 20 മീറ്ററോളം കയ്യേറിയതിലൂടെ പുഴയുടെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ട്. ഈ പുഴയുടെ നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന വിധം 30 മീറ്ററോളം തള്ളിയാണ് ഈ കെട്ടിടം ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ സാഹചര്യം പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും ഇവിടെ പുഴ കയ്യേറ്റം നടന്നിട്ടുണ്ട് എന്നുള്ളത്. പാലക്കാട് നഗരസഭാ പരിധിയിലെ 2-ാം വാർഡിലാണ് കയ്യേറ്റം നടന്നത്. ഫ്ളാറ്റിന്റെ പുഴയോട് ചേർന്നുള്ള ഭാഗത്തിന്റെ പണി ദ്രുതഗതിയിൽ നടക്കുകയാണ്. അതേസമയം വിഷയം പഠിച്ച് ആവശ്യമെങ്കിൽ ഫ്ളാറ്റ് പൊളിച്ചു കളയുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ മീഡിയ വണിനോട് പറഞ്ഞു. പാലക്കാട് നഗരസഭ പരിധിയിലുള്ള സ്ഥലത്ത്, പ്രത്യേകിച്ച് കൽപ്പാത്തി പുഴ പോലെയുള്ള സ്ഥലത്ത് എങ്ങനെ കയ്യേറ്റമാണെങ്കിലും അത് നഗരസഭ ശക്തമായി ഇടപെട്ട് അത് പൊളിപ്പിക്കാൻ വേണ്ട സംവിധാനം നഗരസഭയുടെ ഭാഗത്തു നിന്നു. നഗരത്തിൽ പ്രവർത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ലോബിയാണ് പുഴ കയ്യേറ്റത്തിന് പിന്നിൽ. ഇതുകൂടാതെ ചെറുതും വലുതുമായ കയ്യേറ്റങ്ങളും കൽപ്പാത്തി പുഴയുടെ തീരങ്ങളിൽ നടക്കുന്നുണ്ട്. ബഹുനില ഫ്ളാറ്റുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ പുഴയിലേക്ക് ഒഴുക്കുന്നതായും ആരോപണമുണ്ട്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.